നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റാളുകൾക്ക് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ ഹിറ്റായിട്ടുള്ള ഒരുപാട് സിനിമകൾ എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ തന്നെ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമ അത് ചെയ്യുന്ന സമയത്ത് അതിൽ നായകന്മാരായിട്ട് അഭിനയിച്ച ആൾക്കാരും ആ സമയത്ത് ഹിറ്റ് ആക്ടേഴ്സ് ആയിരുന്നില്ല. ആ സമയത്തൊക്കെ അവരുടെ കുറേ ഫെയിലിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് ആ സിനിമ ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോയ്ക്ക് 40% കളക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ തിയേറ്ററിൽ. ഫസ്റ്റ് ഷോ, ആദ്യത്തെ നോൺ ഷോ 40% ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അത് മാറ്റിനെ ആയപ്പോൾ 80ആയി, ഫസ്റ്റ് ഷോ ആയപ്പോൾ ഹൗസ്ഫുള്ളായി, സെക്കൻഡ് ഷോ ആയപ്പോൾ ഒരു ഷോയ്ക്കുള്ള ആൾക്കാർ മടങ്ങിപ്പോയി എന്ന് പറയുന്ന ആ ഒരു ഗ്രോത്ത് അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്തും മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് അങ്ങനെ മാറുന്നത് ഞാൻ എൻ്റെ സിനിമ തന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പം അത് ഇതിന് സംഭവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് സിനിമയോടും സന്തോഷിനെ എനിക്ക് വളരെ ചെറിയ പരിചയം മാത്രമുള്ള ഒരാളാണ്. സന്തോഷിനെ കൊണ്ട് എനിക്ക് വേറെ യാതൊരു ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഞാൻ സിനിമയെ മാത്രമാണ് സ്നേഹിക്കുന്നത്. സിനിമയാണ് 21 വയസ്സിൽ ഞാൻ സിനിമയിൽ വന്നതാണ്. സിനിമയാണ് എൻ്റെ ജീവിതവും, സിനിമയാണ് എൻ്റെ ലൈഫും, എൻ്റെ ജീവശ്വാസവും ഒക്കെ സിനിമയാണ്. ഈ സാർ ആരെങ്കിലും എങ്ങനെ പ്രിവ്യൂ കാണിച്ചിട്ടുണ്ടോ സാറിൻ്റെ സിനിമകൾ? എൻ്റെ സിനിമകൾ ഞാൻ പ്രിവ്യൂ കാണിക്കാറില്ല, പേടിയാണ്. ഒന്നാമത് വെറുതെ ആകെ ഒരു സിനിമയ്ക്കേ പ്രിവ്യൂ ഉണ്ടായിട്ടുള്ളൂ. അത് മറ്റേ മറവത്തൂർ കനോ, എൻ്റെ ഫസ്റ്റ് ഫിലിം. അത് അന്ന് ചെന്നൈയിലായിരുന്നല്ലോ എല്ലാം. അപ്പം ചെന്നൈയിലുള്ള മലയാളികൾക്ക്, മെയിൻ സിനിമയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ സിനിമ കാണാൻ അവസരം ഉണ്ടാവില്ല, ചെന്നൈയിലൊന്നും റിലീസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ചെന്നൈയിലുള്ള സിനിമക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു പ്രിവ്യൂ വയ്ക്കും. അപ്പോൾ ഈ വലിയ ചങ്കീരികളാണ് വരിക കാണാൻ. പഴയ ഡയറക്ടേഴ്സ്, പഴയ പ്രൊഡ്യൂസേഴ്സ്, പഴയ ആക്ടേഴ്സൊക്കെ വരും. അങ്ങനെ അവരുടെ മുമ്പിൽ മറവത്തൂർക്കനോ, ഞാനപ്പോൾ ആ ഏരിയയിലേ ഉണ്ടായിട്ടില്ല, ഞാൻ സ്ഥലം വിട്ടു. അന്ന് റിപ്പോർട്ട് അന്ന് പോസിറ്റീവാണ്. പോസിറ്റീവ് റിപ്പോർട്ട്. നല്ല സ്ക്രിപ്റ്റാണെന്നൊക്കെ പറഞ്ഞു അന്ന്. ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് അത്ര മോശമാവാൻ വഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. മമ്മൂക്ക നന്നായി കോമഡി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളേ ഉണ്ടായുള്ളൂ. പക്ഷെ തിയേറ്ററിൽ വന്നപ്പോഴാണ് സംഗതി മാറിയത്. ഒരു സിനിമ കഴിയുന്നതോട് കൂടിയിട്ട് എൻ്റെ മനസ്സിൽ ആ സിനിമ തീരും. ഞാൻ 22 വർഷങ്ങൾക്ക് ശേഷമാണ് മറവത്തൂർ കനവ് ആദ്യമായിട്ട് പിന്നീട് കാണുന്നത്. ഒന്നും കണ്ടിട്ടില്ല. ആ ഷൂട്ടിങ്ങിൻ്റെ ഫൈനൽ കോപ്പി കഴിഞ്ഞ് ഇത് പ്രൊഡ്യൂസറിന് കൈമാറി കഴിഞ്ഞാൽ ഞാൻ പിന്നെ കാണാറില്ല. പിന്നെ വളരെ അപൂർവമായിട്ട് ചില സിനിമകൾ ഫസ്റ്റ് ഡേ നമ്മുടെ ആർട്ടിസ്റ്റും ക്രൂവും ഇപ്പോൾ മറ്റേ സോളവൻ്റെ തേനീച്ചകൾ അവരെല്ലാം പുതിയ കുട്ടികളായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ആദ്യ ഷോ കാണാൻ വരണമെന്ന് നിർബന്ധം പറഞ്ഞിട്ട് അങ്ങനെ ആ സിനിമയ്ക്ക് ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല. മറവത്തൂർ കനവ് ഞാൻ മദ്രാസിൽ ലാബ് തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ 25 കൊല്ലത്തിന് ശേഷം എൻ്റെ രണ്ടാമത്തെ മകള് ജനിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ആ പടം ചെയ്യുമ്പോൾ. അപ്പോൾ അവള് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ആമസോൺ പ്രൈമിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ കാണുന്നത്. ഈ റിലീസുകളുടെ ഒക്കെ കാലമാണല്ലോ, മീശമാധവനും ക്ലാസ്മേറ്റ്സ് ഒക്കെ ഒന്ന് ഇറക്കി വിടാൻ പറ്റുമോ ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. അത് പ്രൊഡ്യൂസേഴ്സിന്റെ ചോയ്സാണ്. റീ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 1.5 കോടി രൂപ ചെലവുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടും ആ സിനിമകളുടെ ക്രെഡിറ്റ്, അതിൻ്റെ റൈറ്റ്സൊക്കെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിലുണ്ട്. അത് അവരുടെ ഡിസിഷനാണ്.